ദൈനംദിന ജീവിതത്തിൽ നിരവധി പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുകയും അത് ഒരു പരിധിവരെ സോൾവ് ചെയ്യുകയും ചെയ്യുന്നവരാ നമ്മിൽ പലരും. എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ ചില പ്രോബ്ലങ്ങൾ നമുക്ക് പരിഹാരം കണ്ടെത്താതെ കീറാമുട്ടിയായി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കും. ആ സന്ദർഭങ്ങളിൽ മാനസികമായും ശാരീരികമായും എന്ത് ചെയ്യണമെന്നറിയാതെ നാം തകർന്നു പോവുകയും കണ്ണുനീരോടുകൂടി രാത്രികാലങ്ങൾ കഴിക്കുകയും ചെയ്യുന്ന അനവധി വ്യക്തികളെ, ജീവിതങ്ങളെ നമുക്ക് നേരിട്ട് അറിയുവാനും അവരെ കണ്ടെത്തുവാനും നമുക്ക് പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക വൈദഗ്ധ്യം ചിലതിന് വേണ്ടി വരും. എന്നാൽ ചില പ്രോബ്ലങ്ങൾ നിസ്സാരമായി നമുക്ക് പരിഹരിക്കുവാനും സാധിക്കുന്നതാണ്. ഒരിക്കൽ വളരെ തിരക്ക് പിടിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസർ, അദ്ദേഹത്തിന് പിറ്റേ ദിവസം 10 മണിക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പേപ്പറുണ്ട്. കമ്പ്യൂട്ടറിൽ വളരെ തിരക്ക് പിടിച്ച് ധൃതിയിൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ 6 വയസ്സുകാരനായ മോന് ആ റൂമിലൂടെ ഇങ്ങനെ ഓടി നടക്കുക. അപ്പോൾ ഈ മോനെ എവിടെയെങ്കിലും ഒന്ന് അടക്കിയിരുത്തിയില്ലെങ്കിൽ തൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ പരതി നോക്കിയപ്പോൾ ഇതാ ഒരു ഭൂപടത്തിൻ്റെ ചിത്രം അവിടെ കിടപ്പുണ്ട്. ഈ ചിത്രമെടുത്ത് പെട്ടെന്ന് കുറേ കഷണങ്ങളാക്കി കീറി, ചെറിയ ചെറിയ കഷണങ്ങളാക്കി കീറി ഈ മോൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഡാഡിക്ക് കുറേ വർക്കുണ്ട്, മോൻ അവിടെ പോയി ഇരുന്നുകൊണ്ട് ഇത് എങ്ങനെയാണ് ഈ ഭൂപടമായിരുന്നത് അതുപോലെ അത് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞു. കുഞ്ഞ് വളരെ സന്തോഷത്തോടെ അതും വാങ്ങിച്ച് അവനൊരു ജിജ്ഞാസയുണ്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന്. അവനിങ്ങനെ ഓരോന്നും നോക്കി എടുത്തു. ഇദ്ദേഹം വിചാരിച്ചു ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഈ ഭൂപടം അവൻ ശരിയാക്കൂ എന്ന് വിചാരിച്ചപ്പോൾ കേവലം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി വിളിക്കാണ്, ഡാഡി ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഉടനെ ഈ ഡാഡി വളരെ ജിജ്ഞാസയോടെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുക. മോൻ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്തു, എങ്ങനെയാണ് മോൻ ഈ ഭൂപടം ശരിയാക്കിയത്? അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അവൻ പറയുന്നു, ഡാഡി അതിൻ്റെ പിറകിൽ ഒരു മനുഷ്യൻ്റെ ചിത്രമുണ്ടായിരുന്നു. ആ ചിത്രം റെഡിയാക്കി ഞാൻ ഒട്ടിച്ചൊട്ടിച്ച് വന്നപ്പോൾ അവരുടെ കൈയും അദ്ദേഹത്തിൻ്റെ കൈയും കാലും ഒക്കെ ഞാൻ ഒട്ടിച്ച് റെഡിയാക്കി വന്നപ്പോൾ ഈ ഭൂപടം ശരിയായെന്ന് ആ കുഞ്ഞ് പറഞ്ഞു. ഇത് നമുക്കൊരു പാഠമാണ്. മനുഷ്യൻ ശരിയായാൽ, വ്യക്തികൾ ശരിയായാൽ ഈ ലോകത്തിലെ എല്ലാ പ്രോബ്ലങ്ങളും പരിഹരിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രോബ്ലങ്ങളെ ശരിയായ രീതിയിൽ സോൾവ് ചെയ്യുവാൻ നാം ഓരോരുത്തരും ശരിയായാൽ മതി. ഹുവാമായി, ഞാൻ ആരാണ്, എൻ്റെ ജീവിതം എന്താണ്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പരിഹരിക്കപ്പെടേണ്ടതുണ്ടോ? നമ്മുടെ ജീവിതം ശരിയായാൽ നമ്മുടെ കുടുംബം ശരിയാകും, രാഷ്ട്രം ശരിയാകും, നാം ഇടപെടുന്ന ഇടങ്ങളൊക്കെയും ശരിയാകും. അതുകൊണ്ട് നല്ല മാതൃകയുള്ള പ്രോബ്ലം സോൾവിങ് ജീവിതത്തിൽ അന്വർത്ഥമാക്കി തീർക്കുന്നവരായി നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രോബ്ലങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും സ്മൂത്തായി പരിഹരിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. അതിന് എല്ലാവിധ ഭാവുകങ്ങളും നിർത്തുന്നു.